ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ഉദ്ഘാടനം ചെയ്താലോ? ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ OTP പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി എപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ കിട്ടുകയെന്ന് അറിയില്ല, എപ്പോഴാണ് ഗ്യാസ് തീരാമെന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് ഒരു ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങിയിട്ടോ. പട്ടിണി കിടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങിയത്. അപ്പം നമുക്കിന്നത് ഉദ്ഘാടനം ചെയ്യാം. വി ഗാർഡിൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. വാറണ്ടിയൊക്കെ ഉള്ളൊരു സ്റ്റൗ ആണ്. ആദ്യം തന്നെ നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാം. നാടയ്ക്ക് പകരം ഈ പേപ്പർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കേട്ടോ. കത്രികയെല്ലാം എടുത്തുകൊണ്ട് വന്ന് പേപ്പർ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും കൈകൊട്ടിക്കേ, നമ്മളെ ഇൻഡക്ഷൻ കുക്കർ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ സ്റ്റൗ മേടിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോയത്. മൺചട്ടി വരെ വെക്കുന്ന ഒരു സ്റ്റൗ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം വൈറലായിട്ടില്ല, അത് മേടിക്കാനാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് ഭയങ്കര ഡേഞ്ചറാണെന്ന്. ഇനി അടുത്തത് പാല് കാച്ചലും കൂടെ അങ്ങോട്ട് നിർവഹിക്കാം അല്ലേ. പാൽ എടുത്ത് ഞാൻ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതതിൻ്റെ മെനു ബാറാണ്. മെനുവിൽ നമുക്ക് മിൽക്ക്, ഇഡലി, ദോശ, ചപ്പാത്തി, ഫ്രൈ, മാനുവൽ എല്ലാം അതിൽ കാണാം കേട്ടോ. മിൽക്കിന് നമുക്ക് പ്രത്യേകം ഒരു ബട്ടൺ അതിലുണ്ട്. ഇൻഫ്രാറെഡ് എന്തുകൊണ്ടാണ് ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് നമുക്ക് പുറന്തള്ളുന്നത് കൊണ്ട് കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊള്ളലേക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഞാൻ തന്നെ ശ്രദ്ധിക്കാതെ എൻ്റെ കൈ പൊള്ളിയത് നിങ്ങൾ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തന്നെ പൊള്ളലേറ്റിട്ട് കൈ നല്ലോണം പൊള്ളിയിരിക്കുകയാണ് കേട്ടോ. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. മിൽക്കിൽ നമ്മൾ വെച്ചത് കൊണ്ട് പാലൊരിക്കലും തിളച്ച് തൂവില്ല കേട്ടോ. അതാട്ടോ ഇതിൻ്റെ ഒരു നല്ലൊരു ഗുണം. നമുക്ക് പാല് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് വന്നാലും അത് തിളച്ച് തൂവില്ല. എന്നാൽ പാല് കാച്ചില്ല. ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ച് നോക്കാം. ശരിക്കും ഞങ്ങൾ ഏതെല്ലാം പാത്രങ്ങൾ ഇതിന് സെറ്റാവും എന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത മുട്ട പൊരിക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചു. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിലെല്ലാം നമ്മളെ മോൻ അവിടെ ഉണ്ടാവും കേട്ടോ, കാശി. അപ്പോൾ അവൻ വന്നു കഴിയുമ്പോൾ അവൻ ഇതിലെല്ലാം കയറി പിടിക്കും. അപ്പോൾ അവൻ പെട്ടെന്ന് പൊള്ളലേക്കാൻ സാധ്യതയുണ്ട് മറ്റേ സ്റ്റൗ ആണെങ്കിൽ. അതുകൊണ്ടാണ് ഞങ്ങളത് മേടിക്കാതിരുന്നത് കേട്ടോ. ദോശയല്ല ഇത്, ദോശ എന്ന് പറയുന്നത് ദോശയല്ല, മുട്ട പറഞ്ഞ് മുട്ട. മുട്ട. കാശിക്കുട്ടൻ മാത്രമല്ല നമ്മളെ മഞ്ജിമയും അവിടെ തന്നെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങിയതുകൊണ്ട് ഇനി പെട്ടെന്ന് ഗ്യാസ് തീർന്നാലും അങ്ങനെ വലിയ പേടിക്കണ്ടല്ലോ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ, മുട്ടയെങ്കിലും പൊരിച്ച് കഴിക്കാമല്ലോ. അതിന് പറ്റുന്ന പാത്രങ്ങളുണ്ട്, എല്ലാം അതിനകത്ത് ഉണ്ടാക്കാം കേട്ടോ.